ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ഏലക്കപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പലരും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഏലക്ക പൊടിച്ചെടുക്കുന്നത്. എന്നാൽ ഷുഗറൊന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഏലക്കപ്പൊടി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഇനി ഏലക്ക പൊടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഏലക്കപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഒരു റെസിപ്പിയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റമാണ്. കാരണം ബിരിയാണി ആയാലും പായസമായാലും സ്വീറ്റ് റെസിപ്പി ആയാലും അതുപോലെ സ്പൈസസ് ആയിട്ടുള്ള റെസിപ്പി ആയാലും എല്ലാത്തിലും നമുക്ക് ഏലക്കപ്പൊടി നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ അല്പം ഏലക്ക പൊടിച്ച് ഫ്രിഡ്ജിൽ എയർ ടൈറ്റായ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ഫ്ലേവറും നഷ്ടമാകാതെ തന്നെ നല്ല നിലക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇത് വെള്ളമൊന്നും കുടിക്കാത്ത വിധത്തിൽ 2-3 തവണ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്, അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെയിലിലിട്ടിട്ട് ഒരു 2 ദിവസം നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് മനസ്സിലാവും. അതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഒരു 2-3 തവണ കഴുകിയതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കാം. സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഏലക്ക പൊടിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഈ ഏലക്ക നമുക്ക് ഒരു പകുതി ഭാഗം ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൈസസ് ആയിട്ടുള്ള റെസിപ്പിയിലൊന്നും ഈ ഏലക്കപ്പൊടി ചേർക്കാൻ കഴിയില്ല. ഇങ്ങനെയാകുമ്പോൾ എല്ലാ റെസിപ്പിയിലും നമുക്ക് ഈ ഏലക്കപ്പൊടി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു 2 തവണ പൾസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. 2-3 തവണ കറക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. തൊലിയും കുരുവും ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ 3 തവണ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ ഏലക്കപ്പൊടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും തന്നെ തൊലിയൊന്നും ഇതിലില്ല. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റാം. ഇതുപോലെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് നഷ്ടമാവും. അതുപോലെ ഗരം മസാല പൗഡറും തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റണം. ഗരം മസാലപ്പൊടി തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്ക് ഒരു ഫ്ലേവറും നഷ്ടമാകാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാവുമ്പോൾ നമുക്ക് പായസത്തിലായാലും ബിരിയാണിയിലായാലും അല്ലാതെ സ്പൈസസ് ആയിട്ടുള്ള സ്നാക്കിലായാലും ഒക്കെ ഈ ഏലക്കപ്പൊടി തന്നെ നമുക്ക് മതിയാവും.
ഇനി കടയിൽ നിന്ന് പാക്കറ്റ് ഏലക്കപ്പൊടി വാങ്ങി യൂസ് ചെയ്യാതെ ഇതുപോലെ വീട്ടിൽ തന്നെ ഏലക്കപ്പൊടി തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളും ടിപ്സുമായിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.